പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തുകയുണ്ടായി. ബി ജെ പിയുമായിട്ടും ആർ എസ് എസും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വരികയോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ആയിട്ട് കൂടിക്കാഴ്ച നടത്താനോ ഒന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊന്നുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്? ഒരു വർഗീയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വയായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഒരു പുല്ലുവില കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഭാവിയിലൊക്കെ എന്ത് ക്ഷീണമാണ് ഉണ്ടാക്കുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവെ ലോകത്ത് എല്ലാ ഇടങ്ങളിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന സാർവദേശീയ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ സാർവദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു സാർവദേശീയ ബന്ധം ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പുലർത്തിയിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പരിശോധിച്ചാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് തന്നെ സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ വെച്ചുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് CPI ഈ അടുത്താണ് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത്. CPM നേരത്തെ തന്നെ അത് ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്ര മാത്രം, അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ജന്മം നൽകുന്നത് സോവിയറ്റ് റഷ്യയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ്. അത് അത്രമാത്രം ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദേശീയത, നാഷണാലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അതിന് പകരം അവർക്കൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസം എന്ന് പറയും. അതൊക്കെ സോവിയറ്റ് യൂണിയൻ തകർച്ചയോടെ തകർന്നുപോയി. പിന്നീട് ചിലപ്പോഴൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ CPMൻ്റെയും CPIയുടെയൊക്കെ പാർട്ടി കോൺഗ്രസ്സുകൾ നടക്കുന്ന സമയത്ത് പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കാറുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ അതിലൊക്കെ പങ്കെടുത്തിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ചൈനയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി സംഘം ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കാണാൻ തയ്യാറായിരുന്നു. CPIയെയും കണ്ടില്ല, CPMനെയും കണ്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് കണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും ഇപ്പോൾ കാര്യമായ പ്രസക്തി ഇല്ല എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനത്തെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവരെ കാണാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ റോള് കുറഞ്ഞു വരികയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്രയുണ്ട്? വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ. അപ്പോൾ അത്രമാത്രം ഇഗ്നോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇതേപോലെ ചൈനയിൽ നിന്ന് വരുന്ന CPCയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രതിനിധി സംഘം കണ്ടില്ല എങ്കിൽ നമ്മളങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് CPMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ചൈനയിൽ ഈ അടുത്ത് പോയ സമയത്ത് ഇവിടെ വന്ന പ്രതിനിധി സംഘം എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തെ കണ്ടിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ബേബിയെ കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ബേബിക്ക് പുല്ലുവില, ബേബിക്ക് പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ടാണ് ബേബിയെ കാണാൻ തയ്യാറായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേബിയും അതേപോലെ തന്നെ CPIയുടെ ലീഡേഴ്സിനെ ആരെയും കണ്ടില്ല. ഇപ്പം പിണറായി വിജയൻ CPM യാതൊരു തരത്തിലുള്ള മുന്നണിയായിട്ട് CPI ആയിട്ട് കൂടിക്കാഴ്ചയൊന്നും നടത്താതെ, ചർച്ച ചെയ്യാതെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് PM ശ്രീയിലൊക്കെ ഒപ്പുവെച്ചത് വലിയ വിവാദമായിരുന്നു. അതിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു സിലബസൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ ഈ മാറ്റം ഇതൊക്കെ തന്നെയാണോ? ഇവർക്കുള്ളിൽ അങ്ങനെ ഒരു ധാരണ രൂപപ്പെടുന്നുണ്ട്? അല്ല, ആ മാറ്റവും ഇതേപോലെ തന്നെ പ്രശ്നം അടച്ചിട്ട മുറിയിലായിരുന്നു ശരിക്കും. അടച്ചിട്ട മുറിയിലായിരുന്നു ചർച്ച. അതെ. അപ്പം നമുക്കറിയില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ നിന്ന് ഇവിടെ പ്രതിനിധി സംഘമായിട്ട് എത്തുമ്പോൾ അവരെന്തുകൊണ്ട് RSSനെയും അതുപോലെ BJPയും കണ്ടു? അവരെ മാത്രം കണ്ടു എന്ന് ചോദിച്ചാൽ അവർ ഇന്ത്യയുടെ ഭരണകർത്താക്കൾ BJPയും RSSുമാണ്. പുതിയ തരത്തിലുള്ള ലോകബന്ധങ്ങൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിലേഷൻസ് മാറിയപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും ഏതാണ്ട് ഒരേ ലെവലിൽ വരികയും അവർ തമ്മിലുള്ള സൗഹൃദം അമേരിക്കയ്ക്കെതിരായിട്ട് തിരിച്ചു വയ്ക്കുകയും ചെയ്ത ഒരു പ്രത്യേക ഘട്ടമുണ്ടായിരുന്നു. ഈ അടുത്തിടക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഷിപ്പിങ്ങും അതേപോലെ തന്നെ പുടിനും ഒക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങൾ ഇടക്കിടക്ക് നടക്കുക, അവരുള്ള ബന്ധങ്ങൾ പറഞ്ഞു. ആ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഈ RSS ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുടെ രാഷ്ട്രീയമാണ് എന്ന് CPM പറയുമ്പോൾ മറ്റവരതിനെ അങ്ങനെ കാണുന്നില്ല.
ഇന്ത്യയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക്, ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് അവരെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഫലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ വലിയ തരത്തിൽ അവഗണന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അവർ ഇവരെ അവഗണിക്കുന്നു. നിങ്ങൾ ആരുമല്ല. അപ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാം, ഇവരെ അവഗണിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇവർക്ക് എന്ത് പ്രാധാന്യവും പ്രസക്തിയാണ് ഇവിടെ നിലനിൽക്കുന്നത്? ആ പ്രശ്നമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വലിയ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറേണ്ടത് ആവശ്യമാണ്. ഒരു 3, 4, 5 സ്റ്റേറ്റുകളിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുണ്ടായിരുന്നെങ്കിൽ ഇതുമാരെ അവഗണനപ്പെടില്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇല്ല, പിന്നെ ആരുമില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാം. ഇതൊരു ധാരണയിലേക്ക്, അതായത് ഞാൻ ചോദിച്ചത്, വരും ഭാവിയിൽ ഒരു CPM BJP ഇക്വേഷൻ, ഒരു ധാരണ, സഖ്യം ചേരലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അത് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം CPMനെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതല്ല അവരുമായിട്ട് അന്തർധാര ഉണ്ടാവുകയും അവരുമായിട്ട് ഒത്തുപോവുകയും ചെയ്താൽ പിന്നെ ഇവർക്ക് എവിടെയാണ് പ്രവർത്തന സ്പേസ് ഉള്ളത്? ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയവും അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് മാറും. അല്ല, അതൊരു ഐഡിയോളജിക്കൽ താല്പര്യം ഉണ്ടെങ്കിലാണ്. അല്ല, അധികാരമാണ് വേണമെങ്കിൽ ഐഡിയോളജിക്കലായിട്ട് തന്നെ മാറേണ്ടി വരും. അല്ലാതെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന? അല്ല, അധികാരം മാത്രം മതി എന്ന ലക്ഷ്യമാണെങ്കിലോ? അങ്ങനെയാണെങ്കിലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ BJPയുടെ ആഗ്രഹം എന്തായിരിക്കും? BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM കേരളത്തിൽ പ്രവർത്തിക്കണം എന്നായിരിക്കില്ല അവരുടെ ആഗ്രഹം. അവർക്ക് തന്നെ ഇവിടെ ഭരണം വേണം എന്നുള്ളതായിരിക്കും. ഇപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ തെരുവിൽ പോരടിച്ചപ്പോൾ ബെർത്തോൾഡ് ബ്രത്ത് എഴുതിയ കവിതയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് അപ്പത്തുണ്ടല്ല വേണ്ടത്, അപ്പം മുഴുവനായിട്ടാണ് വേണ്ടത്. BJPയുടെ കാഴ്ചപ്പാടായിരിക്കും, ഞങ്ങൾക്ക് കേരളം ഭരിക്കാനായിട്ടുള്ള അവസരമാണ് വേണ്ടത്, അല്ലാതെ CPM എന്ന് പറയുന്ന ഒരു ഏജൻസിയിലൂടെ, ഇടനിലയിലൂടെ കേരളം ഭരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന കാഴ്ചപ്പാടല്ലേ അവരെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിലും നിലനിൽക്കണം എന്നുണ്ടെങ്കിലും BJP മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള പൊളിറ്റിക്സിനെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരികയും ആ പൊളിറ്റിക്സ് കേരളത്തിന് സ്വീകാര്യമാണ് എന്ന് തോന്നുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് നിലനിൽക്കാനായിട്ട് കഴിയും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇപ്പം റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ BJPയിലേക്ക് ചേരുന്നു, ഇടതുപക്ഷ. അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇടതു മനസ്സുള്ള BJPക്കാർ വർദ്ധിക്കുന്നുണ്ട്. ഇടതാണ് എന്നാൽ BJPയുമാണ് എന്ന് പറയുന്ന ആളുകൾ, നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അത്തരത്തിലുള്ള ഒരുപാട് പേരെ കാണാം. അല്ല, അത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഇടത് ഹിന്ദുത്വം. ഇടത് ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് ഇടതിൽ നിന്ന് പോയ പല ആളുകളും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഹിന്ദുത്വമായിട്ട് അങ്ങനെ ബന്ധം പുലർത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ കേട്ടിരുന്ന ഒരു ഇതുണ്ട്, പകല് കോൺഗ്രസ്, രാത്രിയാവുന്ന സമയത്ത് BJP അല്ലെങ്കിൽ RSS എന്നൊക്കെ പറയും. ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടക്കുള്ള വേഷപ്പകർച്ചകൾ മാത്രം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൃത്യമായിട്ട് അതിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയണമെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഈ ഇടതിനെയും ഹിന്ദുത്വനെയും ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ണിയുണ്ടോ? അല്ല, ഇടതും ഹിന്ദുത്വവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് മാത്രമുള്ള പ്രദേശമായിരിക്കും. എന്നുവെച്ചാൽ ഹിന്ദുത്വം മാത്രമുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. അവിടെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം അവിടെ ഹിന്ദുത്വം വർഗീയതയ്ക്ക് പ്രസക്തിയില്ല. നമ്മളിതൊരു മൾട്ടി റിലീജിയസ് സൊസൈറ്റിയാണ്. മൾട്ടി റിലീജിയസ് സൊസൈറ്റി ആവുന്ന സമയത്ത് ഇവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാഴ്സിയുണ്ട്, ബൗദ്ധനുണ്ട്, പലരുമുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്. ആ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് തമ്മിലുള്ള ഒരു പരസ്പര സംഘർഷം എന്ന് പറയുന്നത് പ്രസക്തമാണ്. അപ്പോൾ അവിടെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും ഉൾക്കൊണ്ടെന്നുള്ള ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ സംശീകരിക്കുന്ന ഒന്നും യഥാർത്ഥത്തിൽ ഈ ഇടത് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത്.